പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം അച്ഛൻ ആശംസിക്കുന്നു, അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നവംബർ മാസം അവസാനിക്കാറായി. ഓർക്കുക പ്രിയമുള്ളവരെ, ഈ മാസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ഭവനങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കർത്താവ് മാറ്റിവെച്ച ഒരു മാസമാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു, അവരെ ഓർത്തു. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, മരണമെന്ന വലിയ സത്യം നമ്മുടെ ജീവിതത്തിലേക്കും ഒരിക്കൽ കടന്നു വരും എന്ന ചിന്ത കൂടി നാം ധ്യാനിക്കണം. അതുകൊണ്ടാണ് അച്ഛൻ ഇന്ന് പ്രത്യേകിച്ച് ഈ വചനജ്വാലയുടെ സന്ദേശമായി എടുക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്കറിയാം, ഒരു യജമാനൻ തൻ്റെ 3 ദാസരെ വിളിച്ച് 3 താലന്തുകൾ കൊടുക്കുന്നുണ്ട്. ഒരുത്തിന് 5 താലന്ത്, രണ്ടാമത്തവന് 2 താലന്ത്, മൂന്നാമത്തവന് 1 താലന്ത്. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന യജമാനൻ കണക്ക് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 5 ലഭിച്ചവൻ 5 കൂടി ഉണ്ടാക്കി. സന്തോഷത്തോടെ യജമാനൻ പറയുന്നുണ്ട്, അവരഭിനന്ദിക്കുന്നുണ്ട്. രണ്ടാമത് 2 താലന്ത് ലഭിച്ചവനും താൻ 2 കൂടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ യജമാനൻ സന്തോഷമാകുന്നുണ്ട്. മൂന്നാമത് 1 താലന്ത് ലഭിച്ചവൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്തില്ല, അവൻ ചെയ്തുമില്ല, മടിയനായിരിക്കുകയും ചെയ്തു. അതിലപ്പുറമായിട്ടും നൽകിയ ദാതാവായ യജമാനെ കുറ്റപ്പെടുത്തി. പ്രിയമുള്ളവരെ, അച്ഛന് ഈ സംഭവം പറയുന്നത്, ദൈവം പറഞ്ഞ ഉപമ ഇന്ന് പറയുന്നത്, ദൈവം നമ്മോടും കണക്ക് ചോദിക്കും. ഈ ഭൂമിയിലേക്ക് എന്നെ അയച്ചപ്പോൾ വ്യത്യസ്തമായ കഴിവുകൾ, സാധ്യതകൾ പലതും കൊണ്ട് നമ്മെ ഭൂമിയിലേക്ക് അയച്ചു. തിരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കും. ദൈവം തന്നത് കഴിവുകളാകാം, പ്രത്യേകിച്ച് സ്നേഹിക്കുവാനുള്ള കഴിവാകാം. അതിലപ്പുറമായിട്ടും ദൈവം എൻ്റെ ജീവിതത്തിൽ നിക്ഷേപിച്ച എല്ലാം വർദ്ധിപ്പിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ. എങ്കിൽ ദൈവം കണക്ക് ചോദിക്കുമ്പോൾ എനിക്ക് വർദ്ധിപ്പിച്ച, അല്ലെങ്കിൽ ഒത്തിരി വളർന്ന, പങ്കുവച്ച, നന്മ ചെയ്ത എല്ലാത്തിനും കണക്ക് കൊടുക്കാൻ സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോമാലേഖനം 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, നാം അക്കൗണ്ട് കാണിക്കണം. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എങ്കിൽ ഓർക്കുക, ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന നന്മകൾ, അതിലപ്പുറമായിട്ടും ദൈവം തന്ന സാധ്യതകൾ ഉപരിയായി നമ്മുടെ ജീവിതം മറ്റു മക്കൾക്ക് കൊടുത്തതിൻ്റെ, ഉപയം ചെയ്യപ്പെട്ടവൻ്റെ കണക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.